നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. ആര്യാടൻ ഷൗക്കത്ത് ജയിച്ചാൽ അത് കോൺഗ്രസിൻ്റെ മാത്രം നേട്ടമാകില്ലെന്നും ആ നേട്ടത്തിൻ്റെ അവകാശം തങ്ങൾക്ക് കൂടിയുള്ളതാണെന്നും ലീഗ് നേതൃത്വം ഇന്ന് ഏഷ്യാനെറ്റിന് നൽകിയ അഭിമുഖത്തിൽ ലീഗിൻ്റെ സമുന്നത നേതാവ് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞ ഒരു വാചകമുണ്ട്. നിലമ്പൂരിൽ ലീഗിന് വളരെയേറെ കരുത്തുള്ള ഒരു പ്രദേശമാണ്. അവിടെ UDF സ്ഥാനാർത്ഥി പരാജയപ്പെട്ടാൽ അത് ഞങ്ങൾക്ക് തിരിച്ചടിയാകും, ഞങ്ങൾക്ക് പേരുദോഷമുണ്ടാക്കും. അതുകൊണ്ട് നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്ത് ജയിക്കേണ്ടത് ലീഗിൻ്റെ ഏറ്റവും വലിയ ആവശ്യങ്ങളിലൊന്നാണ്. അതിനുവേണ്ടിയാണ് ഞങ്ങൾ അരയും തലയും മുറക്കി രംഗത്തിറങ്ങിയത്. അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. കോൺഗ്രസ്സുകാർ എന്തൊക്കെ അവകാശപ്പെട്ടാലും, കോൺഗ്രസ് നേതൃത്വം എന്തൊക്കെ പറഞ്ഞാലും, VD സതീശൻ PV അൻവറിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഇത് താൻ ജയിപ്പിച്ചു കൊള്ളാമെന്ന് പറഞ്ഞ് ഈ തെരഞ്ഞെടുപ്പിൽ രംഗത്തിറങ്ങിയെങ്കിലും അദ്ദേഹത്തിൻ്റെ അനുയായികളായ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലുമൊക്കെ പകലന്തിയോളം അവിടെ കിടന്ന് ഉഴുതുമറിച്ചെങ്കിലും ലീഗ് പറയുന്നത് ഇത്രമാത്രം: നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കുകയാണെങ്കിൽ അത് മുസ്ലിം ലീഗിൻ്റെ വിജയമാണ്. ആ വിജയത്തിന് ഏറ്റവും വലിയ അവകാശി, ഏറ്റവും വലിയ പങ്കാളി അത് മുസ്ലിം ലീഗ് തന്നെയായിരിക്കും എന്നുള്ള സൂചനയാണ് ലീഗ് നേതൃത്വം നൽകുന്നത്. കാരണം അടിത്തട്ടിൽ കോൺഗ്രസിന് പ്രവർത്തിക്കാൻ കാര്യമായി പ്രവർത്തകരില്ല നിലമ്പൂരിൽ. അതുകൊണ്ട് അവിടെ കൂടുതലും ഇറങ്ങുന്നത് ലീഗിൻ്റെ പ്രവർത്തകരാണ്. എല്ലാ പഞ്ചായത്തുകളിലും, നിലമ്പൂർ മുനിസിപ്പാലിറ്റികളിലും വാർഡുകളിലുമെല്ലാം ലീഗിൻ്റെ പ്രവർത്തകരാണ് UDFന് വേണ്ടി ഏറ്റവും സജീവമായി രംഗത്തിറങ്ങിയത്. അതുകൊണ്ട് ആര്യാടൻ ഷൗക്കത്തിൻ്റെ വിജയം എന്നത് ലീഗിൻ്റെ വിജയം കൂടിയാണ്. ആ വിജയത്തിൻ്റെ ഒന്നാമത്തെ ഉത്തരവാദി, ഒന്നാമത്തെ അവകാശി മുസ്ലിം ലീഗ് തന്നെയാണെന്നും കോൺഗ്രസ് അങ്ങനെ കയറി വന്ന് ആ ക്രെഡിറ്റ് അടിച്ചു നിൽക്കാൻ നോക്കണ്ട എന്നുമാണ് PK കുഞ്ഞാലിക്കുട്ടി ഇന്ന് ഏഷ്യാനെറ്റ് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത്. അതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ്: നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്ത് അല്ലെങ്കിൽ UDF സ്ഥാനാർത്ഥി വിജയിച്ചാൽ അപ്പോൾ പിന്നെ കോൺഗ്രസിന് ഇനി ലീഗിൻ്റെ തലയിൽ കയറി കളിക്കാനൊന്നും കഴിയില്ല. ലീഗിനെ ഒന്ന് ഒതുക്കി നിർത്താം, അല്ലെങ്കിൽ ലീഗിൻ്റെ ബാർഗൈനിങ്ങളെ, അല്ലെങ്കിൽ ലീഗിൻ്റെ അവകാശവാദങ്ങളെ, അവരുടെ സമ്മർദ്ദങ്ങളെ എല്ലാം നിലമ്പൂരിലെ വിജയം കൊണ്ട് അതിജീവിക്കാമെന്നാണ് VD സതീശനും കൂട്ടനും കരുതിയത്. എന്നാൽ അങ്ങനെയല്ല. നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കുകയാണെങ്കിൽ അത് ലീഗിൻ്റെ വിജയം തന്നെയായിരിക്കും. അതിനുശേഷമേ കോൺഗ്രസിന് ആ വിജയത്തിൻ്റെ പിതൃത്വം അവകാശപ്പെടാൻ കഴിയുകയുള്ളെന്നുമാണ് ഇന്ന് PK കുഞ്ഞാലിക്കുട്ടി വിനു V ജോണിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത്. അല്ലെങ്കിൽ ആ അഭിമുഖം മുഴുവൻ നിറഞ്ഞു നിന്നത് ഇതേ സൂചനകളോടെയായിരുന്നു. കോൺഗ്രസിൻ്റെ കയ്യിലേക്ക് വിജയത്തിൻ്റെ അവകാശവാദം ചുമ്മാ എന്ന് എടുത്തു കൊടുക്കേണ്ട ആവശ്യം ലീഗിനില്ലെന്നും, ലീഗിൻ്റെ അണികൾ നന്നായി നിലമ്പൂരിൽ കഷ്ടപ്പെട്ടുവെന്നും, അവർ തന്നെയാണ് ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കുകയാണെങ്കിൽ വിജയശില്പിയായി മാറാൻ പോകുന്നതെന്നുമാണ് PK കുഞ്ഞാലിക്കുട്ടി ഭംഗിയന്തരേണ വ്യക്തമാക്കിയത്. അതുകൊണ്ട് മലപ്പുറം ജില്ലയിൽ കോൺഗ്രസിനും ലീഗിനുമൊക്കെ, അല്ലെങ്കിൽ UDFനുമൊക്കെ ഏത് നേട്ടങ്ങളുണ്ടായാലും അതിൻ്റെ ഒന്നാമത്തെ അവകാശി മുസ്ലിം ലീഗ് തന്നെയായിരിക്കും. ആ അവകാശവാദം വരുന്ന തെരഞ്ഞെടുപ്പിന് ശേഷം UDF അധികാരത്തിൽ വന്നാൽ, മന്ത്രിസഭ രൂപീകരിക്കുമ്പോൾ എല്ലാം ഈ അവകാശവാദം ലീഗിനുണ്ടായിരിക്കുമെന്നും, അതുകൊണ്ട് ലീഗിൻ്റെ മേലൊരു കോൺഗ്രസിൻ്റെ വിജയമായിട്ട് ആരും കണക്കാക്കണ്ട. ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കുകയാണെങ്കിൽ അത് കോൺഗ്രസിന് ലീഗിൻ്റെ മേലുള്ള വിജയമായിരിക്കില്ല, മറിച്ച് മലപ്പുറം ജില്ലയിലെ ലീഗ് തെരഞ്ഞെടുപ്പ് മിഷനറിയുടെ വിജയമായിരിക്കും, ലീഗിൻ്റെ അണികളുടെ വിജയമായിരിക്കും. അടിസ്ഥാനപരമായിട്ട് ജയിക്കുന്നത് കൈപ്പത്ത ചിഹ്നത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയാണെങ്കിലും യഥാർത്ഥത്തിൽ വിജയം അവിടെ കോണിയുടേതായിരിക്കും, ലീഗിൻ്റെ ചിഹ്നത്തിൻ്റെതായിരിക്കുമെന്നാണ് PK കുഞ്ഞാലിക്കുട്ടി ഇന്ന് വിശദമാക്കിയത്. ഏതായാലും ആര്യാടൻ ഷൗക്കത്ത് ജയിക്കുമെന്നുള്ള ഒരു പ്രതിച്ഛായ, ഒരു അന്തരീക്ഷം ഇപ്പോൾ നിലമ്പൂരിൽ നിലനിൽക്കുന്നത് കൊണ്ട് ആ വിജയത്തിന് അധികം അവകാശികളൊന്നും വേണ്ട. അത് ഒന്നാമത്തെ അവകാശം മുസ്ലിം ലീഗും രണ്ടാമത്തെ അവകാശം കോൺഗ്രസ് ആണെന്നാണ് ഇപ്പോൾ PK കുഞ്ഞാലിക്കുട്ടി പറയുന്നത്.